പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എന്നെ പ്രതീക്ഷിക്കുന്നതിൻ്റെ സാക്ഷിയായി ഓർത്തതിൽ ആദ്യമേ തന്നെ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിപ്സന. ഞാൻ കൊരട്ടി ഫൊറോനയിലെ തിരുമുടുക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ യുക്രൈനിൽ നിന്ന് യുദ്ധം കാരണം ട്രാൻസ്ഫർ എടുത്ത ഒരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എൻ്റെ കോഴ്സ് കംപ്ലീറ്റായി ഞാൻ നാട്ടിൽ വന്നു. എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഫസ്റ്റ് കടമ്പ FMG എക്സാം പാസ്സാവുകയെന്നാണ്. FMG എക്സാം നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല. ഒരു സ്ക്രീനിങ് എക്സാം ആയിട്ടാണ് നടത്തേണ്ടതെങ്കിലും ഇപ്പോഴത്തെ പോക്ക് അതനുസരിച്ച് അതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന രീതിയിലാണ് ഇപ്പോൾ അത് പോകുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന എക്സാമിന് 24% ആളുകൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടന്ന ഇന്നലെ റിസൾട്ട് വന്നതിൽ 12% മാത്രമാണ് വിജയ പെർസെൻറ്റേജ് ഉള്ളത്. അതായത് 37,000 പേര് എഴുതിയിട്ടുണ്ട്. അതിൽ 4,600 എത്രയോ കുട്ടികൾ മാത്രം പാസ്സായി. അപ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ നാട്ടിൽ വന്നു. ഓഫ്ലൈനായിട്ട് ഞാൻ കോച്ചിങ് എടുത്തില്ല, കാരണം ഞാൻ വന്നപ്പോൾ തന്നെ ലേറ്റായി. പല കോച്ചിങ് സെൻറ്ററിലും ഓൾറെഡി ക്ലാസ്സൊക്കെ സ്റ്റാർട്ടായിരുന്നു. ഞാൻ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പഠിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പഠിക്കുന്നുണ്ട്, പക്ഷെ അത് 100% ആണോ എന്ന് ചോദിച്ചാൽ അതിലുറപ്പില്ല. എനിക്ക് ഇവിടെ വന്ന് അഡ്മിറ്റ് കാർഡ് അച്ഛനെ കൊണ്ട് വെഞ്ചിരിപ്പിക്കണം, തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇമാതിരി എക്സാംസിനൊക്കെ ജസ്റ്റ് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുക. സൺഡേ 28 ജൂൺ അതായിരുന്നു എൻ്റെ എക്സാം ഡേറ്റ് മുമ്പേ നമുക്ക് കിട്ടും. പക്ഷേ എക്സാം എവിടെയാണ് നടക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ അഡ്മിറ്റ് കാർഡ് വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ബുധനാഴ്ചയാണ് എനിക്ക് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത്. പിന്നെയുള്ള ശനിയാഴ്ച എനിക്ക് ഇവിടുന്ന് എക്സാം സെൻറ്ററിലേക്ക് പോകണം, തലേ ദിവസം പോകണം. പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്ക് അവിടെ ചെല്ലേണ്ടതുള്ളതുകൊണ്ട് പിന്നെയുള്ള ആകെ 2 ദിവസം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും. ശനിയാഴ്ച യാത്രയുണ്ട്. അപ്പോൾ ഇനി വെള്ളിയാഴ്ചയും യാത്ര ചെയ്താൽ എൻ്റെ കാര്യം ആകെ പ്രശ്നത്തിലാവും, കാരണം എനിക്ക് അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. പിന്നുള്ളത് വ്യാഴാഴ്ച ഇവിടെ അച്ഛൻ ഉണ്ടാവില്ല എന്നുള്ള അറിഞ്ഞതുകൊണ്ട് വരണോ വേണ്ടയോ എന്നൊക്കെ ആദ്യം തോന്നിയെങ്കിലും പിന്നെ അതിന് മുമ്പ് ഞാനൊരു മോക്ക് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ജയിക്കാനായിട്ട് ഒരു 4-5 മാർക്കിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം മനസ്സിലായി ഇത് എന്നെ കൊണ്ട് കൂടുന്ന കാര്യമല്ല, മാതാവ് കൂടിയുണ്ടെങ്കിലേ നടക്കുള്ളൂ. പിന്നെ മമ്മിയും പറഞ്ഞു, മാതാവിനെ കണ്ടിട്ട് നീ എന്ത് ചെയ്താൽ മതി, പഠിക്കാണ്ടിരിക്കുക, എന്തെങ്കിലും ചെയ്തോ, പക്ഷെ മാതാവിനെ കൂട്ടിയിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വ്യാഴാഴ്ച രാവിലെ തന്നെ ഇവിടെ വന്നു. അഡ്മിറ്റ് കാർഡ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ മുമ്പിലും ബാക്കി ഓരോ മാതാവിൻ്റെ മുമ്പിലും, കൃപാസന മാതാവിൻ്റെ മുമ്പിലും, എല്ലാ മാതാവിൻ്റെ മുമ്പിലും അഡ്മിറ്റ് കാർഡ് കാണിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ കൗണ്ടറിലുള്ള അച്ഛൻ്റെ അടുത്ത് പോയി തലയിൽ കൈവച്ചു, അഡ്മിറ്റ് കാർഡ് വെഞ്ചിരിച്ചു, അങ്ങനെ എല്ലാം ചെയ്തു. ഇവിടെ കുർബാന കണ്ടായിരുന്നു. മുകളിൽ നിത്യാരാധന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോണ സമയത്താണ് ഞാൻ കണ്ടത് എൻ്റെ അഡ്മിറ്റ് കാർഡിൽ അച്ഛൻ വെഞ്ചിരിച്ചപ്പോൾ ഈ വെള്ളം വീണ് കളറ് പടർന്നായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ സേഫ്റ്റിക്ക് ഒരു എക്സ്ട്രാ ഒരു അഡ്മിറ്റ് കാർഡ് എടുത്തിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടാണ് പോയായിരുന്നേ. അങ്ങനെ സൺഡേ ഞാൻ എക്സാം ഹാളിലെത്തി. പക്ഷേ എനിക്കെന്തോ പുതിയ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകാൻ തോന്നിയില്ല. പഴയ ഇവിടെ വന്ന് മാതാവിനെ കാണിച്ച അഡ്മിറ്റ് കാർഡ് തന്നെ ഞാൻ കയ്യിലെടുത്തു. അതിലെ ഇൻസ്ട്രക്ഷൻസിൻ്റെ അവിടെയാണ് കളറ് മങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ കയറി. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, അഡ്മിറ്റ് കാർഡൊക്കെ അവർ അംഗീകരിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എക്സാം ഹാളിൽ കയറിയപ്പോൾ ഇവിടെ എല്ലാ സാക്ഷ്യത്തിലും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, മാതാവ് നിയോഗിച്ച ഒരാൾ, അല്ലെങ്കിൽ നീല കളർ ഡ്രസ്സ് ഇട്ട ഒരാൾ, മാതാവിൻ്റെ പേരിനോട് സാദൃശ്യമുള്ള ഒരു ഇൻവിജിലേറ്റർ നിങ്ങൾക്ക് വരുമെന്ന്. ഞാനും പ്രതീക്ഷിച്ചു എനിക്കും വരും നീല ഡ്രസ്സിട്ട മാതാവിൻ്റെ പേരുള്ള ഒരു ഇൻവിജിലേറ്റർ. ഞാൻ ചുറ്റും നോക്കി, ഞാൻ കണ്ട എല്ലാവരും പിങ്കും ചുമപ്പൊക്കെ ഇട്ട് ഡ്രസ്സിട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ തോന്നി, ഈ മാതാവിനെ വിളിച്ചിട്ട് മാതാവിനെ എൻ്റെ കൂടെ വന്നില്ലയോ. പിന്നെയാണ് ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറന്ന പോലെ എൻ്റെ കണ്ണുകളും തുറന്നത്. ഞാൻ ചുറ്റും നോക്കി, ആ റൂമിൻ്റെ ആ ലാബിൻ്റെ ഡെസ്കുകളും ചുമരും എന്തിന് കർട്ടൻ വരെ ബ്ലൂ കളറ്. ഞാൻ അത് നോക്കാണ്ട് ടീച്ചേഴ്സിൻ്റെ പിറകെ പോയി. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് കൂടെ വന്നു. പിന്നെ എനിക്ക് കിട്ടിയ സിസ്റ്റം 187 നമ്പറാണ്, അതായത് അതിലും മാതാവിൻ്റെ 7 ഉണ്ട്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചു, ഫുള്ള് മാതാവിൻ്റെ അത്ഭുതം, എനിക്ക് എക്സാം എളുപ്പം തന്നെ, ഞാൻ അത് ജയിച്ചു തന്നെ. അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഏതൊക്കെ ടോപ്പിക്സ് വിട്ടോ, ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കാതിരുന്നോ അത് മാത്രം. പിന്നെ അറിയാവുന്നതാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കാണുന്ന പോലെ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ 2 ഓപ്ഷൻ തെറ്റാണെന്ന് അറിയാനുള്ള ബുദ്ധിബോധം എനിക്കുണ്ട്. പക്ഷെ ബാക്കി 2 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റെന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ഇതില്ലാണ്ടായിപ്പോയി. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഡ്രസ്സുമ്പോൾ മാതാവിൻ്റെ കാശുരൂപം തുന്നി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഞാനത് ആരും ചവിടാത്ത വശത്തും ലാബിൻ്റെ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അറിയാവുന്ന ഓരോന്നൊക്കെ കുത്തി വെച്ച് ഇറങ്ങിപ്പോന്നു. ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഇതൊന്നും എനിക്ക് അറിയണ കാര്യമൊന്നുമല്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നണേന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ്. എൻ്റെ കൈയൊക്കെ അങ്ങനെ കിടന്ന് വിറയ്ക്കും ടെൻഷൻ വരുമ്പോൾ. പക്ഷേ പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ ടെൻഷൻ കാരണം സെക്കൻഡ് സെക്ഷൻ ഉച്ച കഴിഞ്ഞൊരു സെക്ഷനും കൂടി ഉണ്ട്, അതും എൻ്റെ കയ്യിൽ നിന്ന് പോയേനെ. പക്ഷെ അന്ന് എന്തോ ടെൻഷനൊന്നും അധികം ഉണ്ടായില്ല.
പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സെക്ഷന് കയറി. അത് വേറെ റൂമിലായിരുന്നെങ്കിലും അതും ബ്ലൂ കളറായിരുന്നു. അങ്ങനെ അത് എഴുതി. അത് എക്സാം തുടങ്ങിയപ്പോൾ എനിക്ക് അറിയാവുന്ന ടോപ്പിക്സ്, ഞാൻ അത്യാവശ്യം പഠിച്ച സബ്ജക്ട്സ് മാത്രമാണ് വന്നത്. പക്ഷെ പിന്നെന്താ പ്രശ്നം എന്ന് വെച്ചാൽ മുൻപത്തെ വർഷങ്ങളിലൊക്കെ നമ്മൾ സെയിം ഒരു പാറ്റേൺ കണ്ടുവരും. അതായത് ഇങ്ങനത്തെ രീതിയിലാണ് ചോദ്യം ചോദിക്കുക, ഇത് മാത്രമായിരിക്കും വരിക, അല്ലെങ്കിൽ ഈ പാറ്റേൺസിലായിരിക്കും ചോദിക്കുക എന്നുള്ളൊരു ഇത് നമുക്കുണ്ട്. പക്ഷേ ഈ തവണത്തെ എക്സാം എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ ലെവൽസ്, ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻസ്, വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഈ വർഷമായിരുന്നു. അതായത് ഒരു സ്ക്രീനിങ് എക്സാം അല്ല, അതിന് മുതൽ എന്തോ നീറ്റ് PG ടൈപ്പ് ലെവലായിരുന്നു ഞങ്ങളുടെ എക്സാം ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സെക്കൻഡ് സെക്ഷനിൽ എനിക്ക് അറിയാവുന്ന വന്നു. അപ്പം ഞാൻ അത് ഇറങ്ങി വന്നപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഈ എക്സാം കുഴപ്പമുണ്ടായില്ല, അപ്പം ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന വഴിക്കാണ് സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ ബസ്സിൽ തിരിച്ചു വന്നത്. അപ്പോൾ ഒരു ടീച്ചറിൻ്റെ സാക്ഷ്യമാണ് ഞാൻ കേട്ടത്. ആ ടീച്ചർ പറഞ്ഞത് ടീച്ചർ 2-3 തവണ എക്സാം എഴുതി, കിട്ടിയില്ല. പിന്നെ ഒരു തവണ എക്സാം എഴുതി മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എക്സാം എഴുതി. അപ്പോൾ എക്സാം എഴുതി തിരിച്ചു വരുന്ന സമയത്ത് റീകോൾസ്, അതായത് ടീച്ചർമാർക്ക് ഇതിൻ്റെ ആൻസർ കീ ഒന്നും നമുക്ക് തരില്ല, പക്ഷേ ടീച്ചർമാരും കുട്ടികളും കൂടി ചേർന്ന് നമുക്ക് ഒരു ആൻസർ കീ രൂപത്തിൽ എന്തോ ഉണ്ടാക്കി അവർ രാത്രിയോ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും തരും. അപ്പം ഞാനും ആ സംഭവം ടീച്ചർ നോക്കിയില്ല. അപ്പം ഞാനത് കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു, ടീച്ചർ നോക്കിയില്ല, അപ്പം ഞാനും നോക്കില്ല, ഞാനും മാതാവിന് വിട്ടുകൊടുത്തു, മാതാവ് നോക്കട്ടെ. അപ്പം ഞാൻ അങ്ങനെ നോക്കില്ല എന്ന് വിട്ടുകൊടുത്തു. പക്ഷേ ഞാൻ നോക്കില്ല എന്ന് വിചാരിച്ച് രണ്ടാമത്തെ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തി 2ാമത്തെ ദിവസം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരൻ വിളിച്ചേക്കാണ്, നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഞാൻ റീകോളൊക്കെ നോക്കി, എനിക്ക് ഇത്രയും മാർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു, നിനക്ക് എത്രയും നീ പ്രതീക്ഷിക്കണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ടില്ല. അപ്പം പുള്ളി ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറയാൻ തുടങ്ങി. അത് 2ാമത്തെ സെക്ഷനിൽ നിന്നാണ് പുള്ളി ഉത്തരങ്ങളൊക്കെ പറയുന്നത്. അതായത് അവനെ ഏതൊക്കെ തെറ്റിയിട്ടുണ്ടോ ആ ചോദ്യങ്ങൾ എന്നോട് പറയാം. ഞാൻ ശരിയാണെന്ന് വിചാരിച്ചിരുന്ന 2ാമത്തെ സെക്ഷനിൽ അവൻ പറയുന്ന എല്ലാ സാധനം ഞാനും അവനും ഒരുമിച്ച് തെറ്റിച്ചേക്കാം. അപ്പോൾ ആ പ്രതീക്ഷയും പോയി. 1ാമത്തെ സെക്ഷൻ ഓൾറെഡി പോയേക്കാം, 2ാമത്തെ സെക്ഷൻ ഇത് കേട്ടപ്പോൾ അതും പോയി. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ ഞാൻ വാട്സാപ്പ് നോക്കല്ല, ഇൻസ്റ്റഗ്രാം നോക്കല്ല, സ്റ്റാറ്റസ് സ്റ്റോറി ഒന്നും നോക്കണ്ടായി. പിന്നെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്ത് ഇന്നലെ റിസൾട്ട് വന്നു. ആക്ച്വലി ഇന്നലെ ഉച്ചയ്ക്ക് 1:30-ക്കോ 1 മണിക്ക് അങ്ങാണ്ട് റിസൾട്ട് വന്നത്. ഞാൻ അറിഞ്ഞത് രാത്രി 1:30-ക്കാണ്. കാരണം ഞാൻ അതൊന്നും നോക്കണില്ലല്ലോ. രാത്രി 1:30 ആയപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു കൂട്ടുകാരത്തി എനിക്ക് മെസ്സേജ് അയച്ചേക്കാം, എങ്ങനെയുണ്ട് റിസൾട്ട്, നീ പാസ്സായോ? ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ റിസൾട്ടോ എന്ത് റിസൾട്ട് ഞാനൊന്നും അറിഞ്ഞില്ല. പിന്നെ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ 1 മണിയായപ്പോൾ അങ്ങോട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ രാത്രി 1:30 ആയി, വീട്ടിലെല്ലാവരും ഓർക്കണം. ഞാനിങ്ങനെ മുങ്ങനെ പോലെ ഇരുന്നുകൊണ്ട് ഞാൻ അറിഞ്ഞു. അപ്പം ഞാൻ പോയി നേരെ ഓടി. എന്തിനാ? ആദ്യം പച്ചത്തിരിയും നീലത്തിരിയും എടുത്തു, കത്തിച്ചു, തൈലം പൂശി, ഫോണിൽ തൈലം പൂശി. പിന്നെ ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എന്താ മുമ്പ് മമ്മി അതിന് അടയാളം വെച്ചതുകൊണ്ടാണോ എന്തുകൊണ്ടെന്ന് അറിയില്ല, ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് എസ്തേറിൻ്റെ രാജ്ഞിപദമാണ്. അപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ്റെ സമയത്തും കുറച്ച് ഇഷ്യൂസ് ഉണ്ടായപ്പോൾ മമ്മിക്ക് ഇതേ സെയിമാണ് കിട്ടിയത്, എസ്തേറിൻ്റെ രാജ്ഞിപദം. അപ്പോൾ ഒരു പ്രതീക്ഷ, അപ്പം മിക്കവാറും മാതാവ് കൂടിയുണ്ട്, പാസ്സാവായിരിക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത്, ഞാൻ പറഞ്ഞത് 177-ഉം 187-ഉം ഇടയിലുള്ള മാർക്ക്. എനിക്ക് മാതാവ് തന്നത് 183 മാർക്ക്. ഞാൻ പറഞ്ഞ മാർക്ക്, ഞാൻ ഏതിൻ്റെ ഇടയിൽ വരണമെന്ന് പറഞ്ഞ മാർക്കോ അത് മാതാവ് എനിക്ക് തന്ന് എന്നെ ജയിപ്പിച്ചു. പിന്നെ പെർസെൻറ്റേജ് നോക്കിയപ്പോൾ, പാസിംഗ് പെർസെൻറ്റേജ് നോക്കിയപ്പോൾ ഭയങ്കര കുറവ്. എത്ര ഡിഫിക്കൽട്ടായിരുന്നു എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് എന്തോ പറയാനില്ല, ഒത്തിരി സന്തോഷം മാത്രമേ പറയാനുള്ളൂ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതിന് 100% എഫേർട്ട് ഇട്ടില്ലെങ്കിലും മാതാവ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, എൻ്റെ മെറിറ്റിൽ എനിക്ക് കിട്ടില്ല, മാതാവ് ഇറങ്ങി വന്ന് എനിക്ക് തന്നു. ഞങ്ങളുടെ വീട്ടിലും എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ, ഇവിടുന്ന് ഞാൻ പത്രം വാങ്ങി അന്ന് തന്നെ ഞാനും മമ്മിയും കൂടി എല്ലാ വീടുകളിലും വഴിയിലും നമ്മൾ അറിയാത്ത സ്ഥലത്തൊക്കെ പോയി നടന്ന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ എക്സാമിൻ്റെ സമയത്ത് ഇവിടുന്ന് കുഞ്ഞു കാശ് രൂപങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ എല്ലാവർക്കും എക്സാമിൻ്റെ സെൻറ്ററിൻ്റെ ചുറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, പിന്നെ ഞങ്ങൾ ഒരു പള്ളി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എക്സാം സെൻറ്ററിൻ്റെ അടുത്തുള്ള പള്ളി, സെൻറ്റ് ആൻസിൻ്റെ പള്ളിയാണ് ഞങ്ങൾ നോക്കി വെച്ചത്. പക്ഷേ എക്സാമിന് എന്നെ കയറ്റി വിട്ടിട്ട് അവർ ഓട്ടോറിക്ഷ കയറി പോയപ്പോൾ ഓട്ടോറിക്ഷക്കാരെ കൊണ്ടു വിട്ടത് മാതാവിൻ്റെ അവിടുത്തെ വലിയ പള്ളിയിലാണ് അവർ കൊണ്ടു വിട്ടത്, ഒരു വലിയ പള്ളി മാതാവിൻ്റെ. അപ്പോൾ അതൊക്കെ മാതാവിൻ്റെ ഒരു അടയാളമായിട്ടും ഇടപെടലായിട്ടും കാണുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞത്, എനിക്കങ്ങനെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൺലൈനായിട്ട് കുഞ്ഞു സംഭാവനകളാണ് ചെയ്യാറ്. പിന്നെ മമ്മിയുടെ ഒപ്പം പോയി ഇങ്ങനെ ഫുഡ് കൊടുക്കുകയും അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. എല്ലാത്തിനും മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 37-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും, അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും.
പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജിപ്സാന ജിനി തൃശ്ശൂർ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. വളരെയേറെ സന്തോഷത്തോടും വ്യക്തതയോടും കൂടിയാണ് ജിപ്സാന തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. FMG എന്ന എക്സാം എത്രമാത്രം കോമ്പറ്റീറ്റീവ് നിറഞ്ഞതാണെന്നും അത് എത്ര ശതമാനം പേര് പാസ്സായെന്നും അവരുടെ എണ്ണവയ്ക്ക് കൃത്യമായിട്ട് ഈ മകളുടെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഈ ഒരു വർഷത്തെ 12% വിജയം ലഭിച്ചതും 37,000 പേര് എഴുതിയിൽ 400 സംതിങ് പേര് പാസ്സായതും അതിലൊരാളാകുവാനായിട്ട് ഈ മകൾക്ക് സാധിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയോടുള്ള ഉടമ്പടി ജീവിതത്തോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. അതുതന്നെയാണ് ഈ മകള് പൂർണ്ണമായിട്ടുള്ള ഉറച്ച വിശ്വാസം തന്നെ ഈ മകളുടെ വാക്കുകളിൽ നമുക്കത് മനസ്സിലാകുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ മനുഷ്യരുടെയും കളറുകളിലേക്ക് ഒരു അടയാളങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ മകളും ആഗ്രഹിച്ചത് ഒരു അടയാളം തന്നെയാണ്. എന്നാൽ മനുഷ്യരല്ലായിരുന്നെങ്കിലും അവിടെയുള്ള ചുറ്റുമുള്ള സാധന സാമഗ്രികളിൽ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അടയാളത്തെ തിരിച്ചറിയാനായിട്ട് ഈ മകൾക്ക് സാധിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഈ മകളുടെ കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം തനിക്ക് ഒരു മെറിറ്റില്ല എന്നും എന്നുള്ളൊരു ബോധ്യം അത് പരിശുദ്ധ അമ്മയുടെ കൃപയാലും ഈ മകൾക്ക് ലഭിച്ചതാണെന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ് ഈ മകൾക്ക് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് താൻ പാസ്സായ ഫസ്റ്റ് ടൈം തന്നെ പാസ്സാകുന്നുള്ള വലിയ ആഗ്രഹം പരിശുദ്ധ അമ്മ അത് നടത്തി കൊടുക്കുകയും ചെയ്തത്. അതുതന്നെയാണ് അൾത്താരയ്ക്ക് മുമ്പിൽ ഈ മകള് സാക്ഷ്യമായിട്ട് പറയുകയും ചെയ്യുന്നത്. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനി ഈ മകളെ ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെല്ലാവിധമായ നിയോഗങ്ങളിലും ആവശ്യങ്ങളും പരിശുദ്ധമ്മ നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.